അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ.
പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കൊണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ പിരിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിരുസന്നിധി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ലൂക്ക 4:12 യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണമെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പം ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. കുഞ്ഞുങ്ങളില്ല, അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളിപ്പേണ്ട സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ. രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണ മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ പിടിക്ക് ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ. അവന്മാരും തൊടത്തില്ല. നേർച്ചോണ്ടെന്ന് പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കിനി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ടവൻ കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കും. അവന്മാർ വിശ്വാസപൂർവ്വം ഒന്നും എടുക്കത്തില്ല. ഒരു കൈ കൊടുത്തിട്ടേക്ക്, നടക്കട്ടെ, ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യെന്ന് പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വിരലിൽ പോലും ഒരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയാണ് പറയും. എന്നാൽ നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂടെ തൊടി, മറ്റുള്ളവർ കാവിക്കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ, ജോലി കിട്ടുവേ,
കടങ്ങളൊക്കെ മാറും. 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനും അത്. ഞാൻ റാങ്കുകാരൻ്റെ 3ാം റാങ്കുകാരൻ്റെ താഴെയായിരുന്നു എൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനും. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവർ തനി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനും, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ്, നമ്മളെ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയണത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ച. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിൽ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും, ലോകാത്മാവ് ഉണ്ടാവും. അപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ ഈ മെറിറ്റ്സിന് ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെടുന്ന സംഭവം തരാം. ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരാണെന്നറിയാവോ? ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പണിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് പോയി ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസത്തോട് ചോദിക്കത്തില്ലേ കർത്താവ്, ശെബയോനെ, ആരാണ് ശെബയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പോൾ ശെമയോൻ പറയും, അടിമകളല്ലേ കപ്പം കൊടുക്കണത്. അപ്പോൾ ഈശോയ്ക്കും അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശെമയോൻ പറയാം, മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവിളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യം ഒരു സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. മത്തായി 17:27
എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാല് ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മൾ ഓർക്കും നല്ല കാര്യമല്ലേ, വരാനുള്ള കാര്യം നമുക്ക് അറിയാമില്ല. അതല്ല പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ? നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്, ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? അതിനേതാണ് 16 14. ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള സിനി എന്നൊരു മകളുടെയും ആ സിനി എന്ന മകളുടെയും ഒരു സാക്ഷ്യമാണ്. ഗ്രേസ് എന്ന മകളുടെ സാക്ഷ്യവും. എൻ്റെ പേര് സിനി, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനം കേട്ട മാത്രയിൽ വിശ്വസിച്ച ഒരു മകളുടെ ജീവിതത്തിൽ തൽക്ഷണം സംഭവിച്ച വലിയൊരു ദൈവിക ഇടപെടലിനെ പറ്റിയാണ് ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിൽ ഈ മകൾ പറയുന്നുണ്ട്, 10 വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 2020 ഞാൻ ജോലി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2022 കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 2024 മെയ് മാസം 7-ാം തീയതിയാണ് കൃപാസനം മരിയൻ ഉടമ്പടി ആരാധനയിൽ ഈ മകള് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെയ് 7-ന് യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു. അവരുടെ ജീവിത വിഷയങ്ങളിൽ ഈശോ ഇടപെടുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം. ഈ മകള് തൽക്ഷണം ആ ഒരു സന്ദേശം വിശ്വസിച്ചതിൻ്റെ മാത്രയിൽ അന്ന് തന്നെ ഈ ജോലി ചെയ്തിരുന്ന കുവൈറ്റിലോട്ട് ആപ്ലിക്കേഷൻ അയച്ച് ആ ജോലി അവിടെ തിരികെ കയറുവാനും ഒപ്പം തന്നെ 2020 ജോലി നിർത്തിപ്പോന്നപ്പോൾ ഒരുപാട് സെറ്റിൽമെൻറ്റ് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാതാവെല്ലാം ക്രമീകരിച്ച്
സെറ്റ് ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഗ്രേസ് എന്ന മകളുടെ സാക്ഷ്യമാണ് കാണുന്നത്. ഈ മരിയൻ ഉടമ്പടി അമ്മ എടുത്ത് മുന്നേറിയപ്പോൾ ഈ മകൾക്കും ആ ഒരു കൃപ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു മകളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ. ആ മകൾ പറയുന്നുണ്ട്, ഈശോ സ്വർഗം ആ മകളെ കാണിച്ചു കൊടുത്തു. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഞാൻ സോഫയിൽ ഇരുന്ന് എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു. യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയിൽ ഒരു രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ യേശുവിൻ്റെ അടുത്ത് അമ്മ മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേരയിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാഖമാര് ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. പിന്നീട് ഈ മകള് പറയുന്നുണ്ട്, പിന്നെ മാതാവ് ഞാനും അമ്മയും ബെഡേ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അമ്മയുടെ ജോലി പോയായിരുന്നു. അപ്പം അമ്മ മാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോകാനുള്ള സ്ഥലം പറഞ്ഞു തന്നു. അത് കുവൈറ്റ് എന്നാണ് എൻ്റെ അമ്മ മാതാവ് പറഞ്ഞു തന്നത്. ഒപ്പം തന്നെ ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വരുന്നതായും ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ആലുവയിൽ തിയോളജി പഠന ശേഷം ഇടയ്ക്ക് ഈ ഒഴിവ് ദിവസങ്ങളിലാണ് നമുക്ക് കൃപാസനത്തിൽ വരാറ്. ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങൾ മിക്കവാറും ഞാൻ കൃപാസനത്തിലുണ്ടാവും. അങ്ങനെ ഈ സെപ്റ്റംബർ 8 മുമ്പ് ഒരു ദിവസം ഇതേപോലെ ആലുവയിൽ നിന്ന് നമ്മുടെ കൃപാസനം മിഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വചനം എനിക്ക് കിട്ടി. വചനം ഇപ്രകാരമായിരുന്നു, മലാക്കി 3:1 തിരുവചനം. ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു വചനമാണ് മാതാവ് എനിക്ക് പറഞ്ഞു തന്നത്. ആ വചനം ഇപ്രകാരമാണ്, ഇതാ നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു, നിങ്ങൾ തേടുന്ന, ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന കർത്താവ് ഉടനെ നിങ്ങളുടെ ആലയത്തിലേക്ക് വരും, നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു വലിയ മെസ്സേജ്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്, മലാക്കി 3:1 നിങ്ങൾ തേടുന്ന ഉടമ്പടിയുടെ ദൂതൻ, നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഇതാ വന്നു കഴിഞ്ഞു. ഇതാണ് പുതിയ ട്രാൻസ്ലേഷനിൽ. അതായത് ഞാൻ പുതിയ ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ കാരണം POC ഇപ്പോൾ പരിഷ്കരിച്ച രൂപം പുറത്തിറക്കി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഉടമ്പടിയുടെ ദൂതൻ ഇതാ വന്നു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയുടെ ദൂതൻ എന്ന് ലിറ്ററലി അവിടെ വചനത്തിലുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി ആശ്ചര്യപ്പെട്ടു. കാരണം ഞാൻ മരിയൻ ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ ഉടമ്പടിയുടെ ദൂതൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വചനം വിശ്വസിച്ചു. സെപ്റ്റംബർ 8 അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സമയം ഞാൻ ആലുവയിലായിരുന്നു. ആ സമയത്ത് ഇതേപോലെ 5 മണി കഴിഞ്ഞ് ഞാൻ പ്രഭാതത്തിൽ ഉണർന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു ദൂതൻ ഇങ്ങനെ ദർശനത്തിൽ വന്നു. മെസ്സേജ് ഒന്നുമില്ല, ആ ദൂതൻ അവിടെ വന്നു. കാരണം ഞാനിത് പറയാൻ കാരണം, വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകുന്ന, വചനം മാംസമാകുന്ന വലിയൊരു ദൈവാനുഭവമാണ്. അപ്പോൾ ഇത് ദൂതനാണെന്ന് എനിക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായതെന്ന് വിചാരിച്ചാൽ, ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2020 ശേഷം 2021 എൻ്റെ ജീവിതത്തിലൊരു പരീക്ഷണ കാലഘട്ടങ്ങളിൽ, അതായത് എൻ്റെ ഒരു ദൈവവിളി രണ്ടാമത്തെ ഒരു സ്റ്റേജിലോട്ട് സ്ഥിരീകരിക്കാൻ ദൈവം എന്നെ എടുത്തുയർത്താൻ ആഗ്രഹിച്ചൊരു സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ 14 വയസ്സുള്ള ഒരു ദൂതൻ വന്നിരുന്നതായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് അച്ഛന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറച്ച് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അച്ഛന് 9 മണിക്ക് കിടക്കുമായിരുന്നു. ഈ 9 മണിക്ക് കിടക്കാൻ നേരമാണ് ഈ ദൂതൻ, 14 വയസ്സുള്ള ഒരു ദൂതൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ ഒരു സന്ദേശം കൈമാറുന്നത്. അതായത് സന്ദേശപ്രകാരമായിരുന്നു, ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്,
പിറ്റേ ദിവസം തന്നെ അച്ഛൻ എന്നെ വിളിപ്പിച്ചു, എന്താണ് ഈ സന്ദേശം എന്നറിയാൻ വേണ്ടിയിട്ട്. അന്ന് അച്ഛൻ ഇതുപോലെ മെസ്സേജ് എടുത്തപ്പോൾ അന്ന് കിട്ടിയത് ഇപ്രകാരമാണ്: കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കും. അതായത് ജോമോളുടെ ഒരു സന്യാസ ഭവനം അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്. ആ സന്യാസ ഭവനം കൃപാസനത്തിൽ നിലവിൽ വരും. ഇതായിരുന്നു അന്ന് ഈ ദൂതൻ വന്ന് കൈമാറിപ്പോയൊരു മെസ്സേജ്. അപ്പോൾ ഈ ദൂതൻ്റെ ഈ ഒരു മെസ്സേജ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ ദൂതൻ ഈ മലാക്കി 3:1 വചനം മിഷൻ ചാപ്പൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നീട് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന സമയം ഈ ദൂതൻ പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ അന്ന് ജോസഫ് അച്ഛന് പ്രത്യക്ഷനായ ഒരു ദൈവിക ദൂതനെ പോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്നെനിക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഈ ഒരു സാക്ഷ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാകും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ മകള് ഒരു ജീവിതത്തിലെ ഒരു ആഴക്കടലിലേക്ക് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന, എന്ത് ചെയ്യണമെന്ന്, മുന്നോട്ട് എങ്ങനെ നീങ്ങണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു മരിയൻ ഉടമ്പടി ധ്യാനം കേൾക്കുന്നത്. അപ്പോൾ ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, കഴിവ് നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നത്. അന്ന് തന്നെയാണ് ആ മകള് ജോലി നഷ്ടപ്പെടുത്തിയ ആ ഇടത്തേക്ക് ലെറ്റർ അയച്ച് ജോലിക്ക് തിരികെ കയറുന്നത്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വീണ്ടും വന്ന ഒരു വചനമുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം ലൂർദിലായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം അച്ഛന് ഒരു വലിയ വെളിപാട് പരിശുദ്ധ ദൈവമാതാവ് കൊടുത്തു. അതായത് വെളിപാട് ഇപ്രകാരമാണ്: വചനത്തിന് സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും, സൂക്ഷ്മം സ്ഥൂലം. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്പിരിച്വലി റിലേറ്റഡ് ആണ്, ആത്മീയമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ഈ വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനം എപ്പോഴും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ എപ്പോഴും പറയാറുള്ളതാണ്, ഈ വചനം മാംസം ധരിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. എപ്പോഴാണ് അത് വചനം മാംസം ധരിക്കുന്നത്? അത് വിശ്വസിക്കുമ്പോഴാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിനെ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: അക്ഷരവചനങ്ങളുണ്ട്, അനുഭവ വചനങ്ങളുണ്ട്. അക്ഷരവചനങ്ങൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. വചനം അത് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് അത് നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. വീണ്ടും ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയൊക്കെ പല പല സംഭവങ്ങളാണ് ഈ വചനം വിശ്വസിച്ചതുമായിട്ട് ഉള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. അത് ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലാണ്. മാമ്രയുടെ ഓക്കുമര ചുവട്ടിൽ ആയിരുന്നു കൊണ്ട് അബ്രഹാം ഒരു വലിയൊരു തീർത്ഥയാത്രയുടെ ആരംഭം കുറിക്കുമ്പോൾ ദൈവം അബ്രഹത്തെ സന്ദർശിക്കുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. അതായത് വിശ്വാസികളുടെ പിതാവായി ദൈവം തെരഞ്ഞെടുത്ത അബ്രഹത്തിൻ്റെ വിശ്വാസ ജീവിത യാത്ര ആരംഭിക്കുന്നത് ദൈവം അബ്രഹത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണെങ്കിൽ ഇവിടെ ഒരു സന്ദർശനമാണ് ഈ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിനോട് ഈ കർത്താവ് ദൈവം ഈ സന്ദേശം, അതായത് അടുത്ത വസന്തത്തിൽ വരുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള വചനം കൈമാറുമ്പോൾ, ദൈവം തന്നെ കൈമാറുമ്പോൾ സാറ അവിടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, വലിയൊരു ചോദ്യമാണത്, ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന്. അത് ഉൽപ്പത്തി 18-14 തിരുവചനമാണ്. യഥാകാലം ആ വചനം നിറവേറുമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം അവിടെ നിന്ന് പോകുന്നത്. രണ്ടാമതായിട്ട് പുതിയ നിയമത്തിൽ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് സക്രിയയും രണ്ടാമതായി പരിശുദ്ധ ദൈവമാതാവും. സക്രിയയോട് ദൂതൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഗർഭവതിയാകുമെന്ന്. അപ്പോൾ സക്രിയ വചനത്തെ അവിശ്വസിച്ചുകൊണ്ട് പറയുന്നത് പ്രകാരമാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് എന്ന്. അതായത് വചനത്തെ അവിശ്വസിക്കുന്നു. അപ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ്, യഥാകാലം നിറവേറേണ്ട വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും.
അപ്പോൾ വചനം എപ്പോഴും നമുക്ക് നൽകപ്പെടുന്നത് അത് വിശ്വസിക്കാനാണ്, വിശ്വസിച്ച് നടപ്പിൽ വരുത്താനാണ്. പരിശുദ്ധ ദൈവമാതാവിനോടും ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച് ഈശോയെ പ്രസവിക്കുമെന്ന്. അവിടെ പരിശുദ്ധ അമ്മ താൻ കന്യകയാകാൻ കൊതിച്ച് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതൊരു അവിശ്വാസത്തിൻ്റെ ചോദ്യമല്ല. ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ വ്യക്തമായ മറുപടി പരിശുദ്ധ ദൈവമാതാവിന് കൊടുക്കും, പരിശുദ്ധാത്മാവാലാണ് നീ ഗർഭവതിയാകുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ എല്ലാ സംശയവും തീർന്നു. അവൾ വചനത്തിന് ആമേൻ പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് വചനം എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു നടപടി, വിശ്വാസ നടപടി എന്ന് പറയുന്നത് ഇതാണ്. വചനം കേൾക്കുന്ന മാത്രയിൽ ആമേൻ പറയുക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ആലോചനകൾക്കും ധാരണകൾക്കും അപ്പുറത്തുള്ള വിഷയങ്ങളുണ്ടാകും. പക്ഷേ ലൂക്ക 1:37 തിരുവചനം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ മാനുഷികമായി പറയുന്ന തടസ്സങ്ങളൊന്നും ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയാൻ ഒരു തടസ്സമല്ല. കാരണം ദൈവം വലിയവനാണ്, ശക്തനായവൻ. വലിയ കാര്യങ്ങളാണ് മരിയൻ ഉടമ്പടി വഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്. വചനം അത് വിശ്വസിക്കാനുള്ളതാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് നടപ്പിൽ വരുത്താനുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകള് അഖണ്ഡ ജപമാല മഹാറാലിയോടനുബന്ധിച്ച് കിട്ടിയ വലിയൊരു ദൈവാനുഭവം. ഈ അടുത്ത അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പാണ് വന്ന് ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വലിയൊരു ദുഃഖം നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് ശരിയായ നടപടിയല്ല. കാരണം വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കഴിയുമ്പോൾ, അടയാളം ലഭിച്ചു കഴിയുമ്പോൾ തിടുക്കത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത്. പരിശുദ്ധ ദൈവമാതാവിനുണ്ടായ വലിയ നടപടിയും അതുതന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയാവുകയാണ്. അവിടെ തിടുക്കത്തിൽ യാത്രയായി വചനം വിശ്വസിച്ചുകൊണ്ട് ഇളവേയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുമ്പോഴാണ് വലിയ ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്നതും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ നമ്മളും എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭിഷേകം സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതുതന്നെയാണ് ഹെബ്രായർ 4:2 നമ്മൾ വായിക്കുന്നത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. നമ്മൾ വലിയ പ്രാർത്ഥനയിലും അഭിഷേകത്തിലും ഒരു ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത്തിലായിരിക്കുമ്പോഴാണ് ദൈവിക സന്ദേശങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് നടപ്പിൽ വരുത്തുവാനും നമുക്ക് കഴിയുകയുള്ളൂ. മരിയൻ ഉടമ്പടിയിലെ നിബന്ധനകൾ വച്ചിരിക്കുന്നത് അതിനാണ്. കൃപ വന്ന് നിറയാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും മാറ്റുവാനും കർത്താവിൻ്റെ കൃപ വന്നു നിറയുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരിയൻ ഉടമ്പടിയിലെ ഈ നിബന്ധനകൾ വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ തീക്ഷ്ണതയോടെ കുമ്പസാരിച്ചൊരുങ്ങി ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ മരിയൻ ഉടമ്പടിയിൽ നിങ്ങൾ മുന്നേറാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഇപ്രകാരമാണ്: വചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുവാൻ, വചനത്തിന് മാംസം ധരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. സിനി കോട്ടയം അന്നത്തെ മരിയൻ ഉടമ്പടി ആരാധനയുടെ ഒറ്റ സന്ദേശത്തിലാണ് തിരിച്ച് ജോലിക്ക് കയറുന്നത്. കാരണം ജീവിതം ഇനിയും മുന്നോട്ട് നീങ്ങാനുള്ളതാണ്. ഈ മകൾ പടുക്കുഴിയിലോട്ട് വീഴാൻ പോകുന്നതെന്ന് ഒരു ദുരന്തം
ഈ മകളെ മാതാവ് തന്നെ അറിയിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയെ, വചനം സ്വീകരിക്കുവാൻ ദൈവ മാതാവിനെ പോലെ എളിമയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന മാത്രയിൽ ഈശോയെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവമാതാവ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാത്ത ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നിൻ്റെ വചനം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് എത്ര കഠിനമാണെങ്കിലും നടപ്പിൽ വരുത്തുവാനുള്ള വലിയൊരു ആത്മാഭിഷേകം ഈ ഒരു ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ത്രം. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാരൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത്, എൻ്റെ 22 വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് എനിക്ക് ആ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയപ്പം എന്നെ തമ്പുരാന് ഉള്ളം കൈ കൊണ്ട് നടന്നതും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ട് ദൈവം ഞങ്ങളെ കൈക്കുമ്പിളി സംരക്ഷിച്ച ഒരു സാക്ഷ്യമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് ഒത്തിരി പേർക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു യൂട്യൂബ് വരിക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒത്തിരി നാളുകൾ ഇരുന്നിട്ടും അത് വന്നില്ല. പക്ഷേ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 1 മാസം തികയുന്ന ആ ദിവസം തന്നെ ഇത് ലൈവായിട്ട് യൂട്യൂബിൽ വന്നു. അങ്ങനെ ഞാൻ എന്നിട്ടും ഇത് അറിയുന്നില്ല. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു, ജീന ഇത്രയും വലിയൊരു സങ്കടം കൊണ്ടാണോ നടന്നിരുന്നത് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഈ ലൈവായിട്ട് ഈ ഉടമ്പടി സാക്ഷ്യം വന്ന വിവരം ഞാൻ അറിയുന്നത്. ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പണമടച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ഞങ്ങൾ തിരിച്ച് കയറാൻ പറ്റിയായിരുന്നു. ആ സാക്ഷി ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഈ സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആധാരവും ബാക്കി കാര്യങ്ങളും മാതാവ് തന്ന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട് സ്ഥലവുമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തീർത്ത് തരുന്നതിന് അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാനോ ചികിത്സ നേടാനോ എനിക്കങ്ങ് എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു. അത് എന്തോ ഒരു വലിയ വിഷയമാണെന്ന് ഓർത്ത്. പക്ഷേ ഞാൻ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് തീർത്ത് മാറി കിട്ടുന്നതിന് സാധിച്ചു. അതുപോലെ എൻ്റെ കാലിൻ്റെ ഇടുക്കുകളിൽ പരിവുണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ്. അത് പല പ്രാവശ്യം ഇങ്ങനെ വരും. അതൊന്ന് മാറി അടുത്തത് വരുന്ന വേറെ എവിടെ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വരും. അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൾ ഇതങ്ങനെ സഹിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ നാണക്കേട് കാരണം കാണിക്കത്തുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേഗം ഇങ്ങനെ തോന്നുകയാണ്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഇത് ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ തോന്നിയില്ല. ഞാൻ തൈലം എടുത്ത് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ പരിവ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് ഈ 2 രോഗസൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നതിന് സാധിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. അതുപോലെ ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു 21 വർഷത്തോളമായിട്ട് എനിക്ക് പഞ്ചായത്തിന് എഴുതി കിട്ടാതിരുന്നൊരു റോഡുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചായത്തിന് എഴുതി കിട്ടുന്നതിന് എന്നെ അമ്മ മാതാവ് സഹായിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിന് ഞാൻ അന്നിവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു, അതിന് ഉള്ള ഫണ്ട് കൂടി അനുവദിച്ച് അതൊരു റോഡാക്കി തീർത്തിട്ടേ ഞാൻ അമ്മ മാതാവ് എന്നെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 30 ലക്ഷം രൂപ അനുവദിച്ച് അത് റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിന് മേളിലായിട്ട് ഇടവഴിയായിട്ട് കിടന്ന് നടക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വഴിയുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അത് ആൾക്കാർക്ക് ഈ രോഗികളായിട്ടുള്ളവർക്ക് പോകുന്നതിനും ഒരു മരണം സംഭവിച്ചാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു നമുക്ക് അതുവഴി നടക്കാനും എടുക്കാനും. അത് ഞാൻ ഇവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ
ഇടവഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓണർ അത് വഴിയായിട്ട് റോഡായിട്ട് വെട്ടി എല്ലാവർക്കും വണ്ടി കിട്ടുന്ന രീതിയിൽ വഴിയാക്കി മാറ്റുന്നതിന് എനിക്ക് സാധിച്ചു. അതും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വാർഡിൽ ഒരു 19 വർഷത്തോളം ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അതെൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് എനിക്കൊരു 10 ബെഡിന് കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയെടുക്കണമെന്നുള്ളത്. അതുപോലെ അതിന് പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. 30 പേർക്ക് കിടക്കാവുന്ന രീതിയിലൊരു ആശുപത്രി കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനും അതുപോലെ 10 ബെഡിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നതിനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അതിനകത്ത് ഈ ഉടമ്പടി വഴിയാണ് എനിക്കത് കിട്ടിയതെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അന്നേരം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സ്റ്റാഫിനെ എടുക്കാനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നു. അന്നേരം സ്റ്റാഫിനെ വിളിച്ച് എല്ലാവരെയും എടുത്ത സമയത്ത് ഒരു കുട്ടിയെ നമ്മളവിടെ ഒരു സ്റ്റാഫായിട്ട് എടുത്ത് ആ കുട്ടി എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ചേച്ചി ചേച്ചി കൃപാസനത്തിൽ പോകുന്നതുകൊണ്ട് അമ്മ മാതാവ് ചേച്ചി എനിക്ക് തന്നെ ജോലി തരുന്നതിന് അവസരം ഒരുക്കിയതാണ്, ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നെ വിളിച്ചു. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഇത്രയൊക്കെ അമ്മ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അമ്മ എന്നെ അനുവദിപ്പിച്ചു. അതുപോലെ അവിടെ ഒത്തിരി ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ഏതെങ്കിലും വഴി ഫണ്ട് അനുവദിപ്പിച്ച് മേടിച്ചത് ചെയ്യുന്നതിന് എന്നെ അമ്മ സാധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കൂടുതൽ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്കല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തതുപോലെ സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ട്. വിവാഹം നടന്നതായിട്ടും ഭവന പണി പൂർത്തിയായതായിട്ടും അതുപോലെ സ്ഥലം വിൽപ്പന, രോഗങ്ങൾ മാറിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തിലൂടെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ നടന്നതായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്കിപ്പം ഒരു ഉടമ്പടി പുതുക്കാൻ ഞാൻ 11ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ വയ്ക്കുന്നത് 1-2 കാര്യങ്ങൾ വല്ലപ്പോഴും വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് അമ്മ കറക്റ്റായിട്ട് നടത്തി തരുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നൊരു തോന്നലാണ് എനിക്ക്. അത് അമ്മ എന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ പണമായിട്ട് നൽകേണ്ടവർക്ക് അങ്ങനെയും നൽകിയൊക്കെ സഹായിക്കാറുണ്ട്. എൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു രോഗിയാണ്. അന്നേരം ജോസഫ് അച്ഛൻ എപ്പോഴും പറയില്ല, നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉടമ്പടി കൂടി ലഭിച്ചതാണെന്നും അത് ഉടമ്പടി ജീവിതമാണെന്നും തോന്നുകയെന്ന് അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കുമെങ്കിലും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്നൊരു ആഗ്രഹം. അത് കാരണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് അമ്മേ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ, അവരുടെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എന്നെ അമ്മ മാതാവ് സഹായിച്ചു. അതുപോലെ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതിന് അമ്മ സഹായിച്ചു. ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുവാനും ഒക്കെ അമ്മ മാതാവ് സഹായിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും. ഞാൻ എൻ്റെ ഇടവകയിലെ അൾത്താരയുടെ മുന്നിൽ വന്ന് ഒരു അരമണിക്കൂർ മിക്കവാറും ഞാൻ ശ്രമിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർത്തിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ട്. അത് എൻ്റെ ജനപ്രതിനിധി ആണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ വാർഡ് മെമ്പർ എന്നുള്ള ആ രീതിയിലും എൻ്റെ വീടിനെയും എല്ലാം ജനങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മ മാതാവിൻ്റെ ഒറ്റയൊരു കരുതലുകൊണ്ട് മാത്രമാണ് എനിക്ക് സഹായിച്ചത്. അതുപോലെ ഞാൻ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിന് പോയാലും 82-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. ദൈവമാണ് ന്യായാധിപന്മാരുടെ, അതാണ് ആ സങ്കീർത്തനം.
അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും തീരുമാനമുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എന്ത് കാര്യത്തിനും ശാന്തമായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും കരുതുമെന്നുള്ള ഒരു വിശ്വാസവും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നു. എന്നെ ഈ ഒരു നിലയിൽ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തുന്ന എൻ്റെ അമ്മയ്ക്കും പൊന്നു നമ്പുരാനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:32. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, ജീന ജോയി മുഴവൂറിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത്, അമ്മ മാതാവിനോട് ഏൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടത്തില്ല. യേശു വഴി നമ്മൾക്കതെല്ലാം സാധിച്ചു തരും. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന്. നമ്മൾ ശാന്തതയോടുകൂടി ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യങ്ങൾ അമ്മ മാതാവ് നമുക്ക് സാധിച്ചു തരും. യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് മാറ്റി എടുത്തു. അമ്മയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ശരീരത്തിലും കാലിൻ്റെ തുടയിലുമുണ്ടായിരുന്ന നീര്, അതൊന്നും ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ട് നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉപ്പും തേനും ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അമ്മ നൽകുന്ന അനുഗ്രഹം. അതിനുശേഷം 22 വർഷമായി ലഭിക്കാതിരുന്ന ആധാരം അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അതമ്മ ഉടനടി പരിഹരിച്ചു കൊടുത്തു. 22 വർഷമായി ലഭിക്കാതിരുന്ന റോഡിൻ്റെ വഴികൾ അനേകം മക്കൾ പോകുന്ന വഴികളാണ്. ഒരു മെമ്പർ നടന്നിട്ട് ഇതുവരെയും അതൊന്നും സാധിച്ചു കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ അമ്മയുടെ അടുത്ത് വന്ന് നിയോഗം സമർപ്പിച്ചു. എന്നിട്ട് പ്രതിഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഉപ്പ് വിതറി. അമ്മ അവിടെയും ഈ മോളെ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല. അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു, വഴി ശരിയാക്കി കൊടുത്തു. അതിനുശേഷം 30 പേർക്ക് കിടക്കാനുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ വേണമെന്ന് ആഗ്രഹിച്ചു. താൻ മെമ്പറായിട്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. അത് രോഗാവസ്ഥയിൽ നിൽക്കുന്നവർക്ക്. അവർ പരിശുദ്ധമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ആ നിയോഗവും ഉടനടി പരിഹരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത്, വിശ്വാസത്തോടും വിശുദ്ധിയോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചാൽ പരിശുദ്ധമ്മയെ ഏൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടത്തില്ല. പരിശുദ്ധമ്മ അത് ഉടനടി പരിഹരിച്ചു തരും നമ്മൾക്ക്. അതവരുടെ ജീവിതത്തിൽ നിന്ന് അവർ നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്ക് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്തപ്പോൾ അമ്മ മാതാവ് തന്നെ അവരുടെ കാര്യം ശരിയാക്കി കൊടുത്തു. ഉടമ്പടി എടുത്തിട്ട് നമ്മളൊന്നും ചെയ്യാനിരിക്കേണ്ട. അമ്മയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഓർപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്നെ ഒന്ന് ഓർക്കണേ എന്ന് നല്ല കള്ളൻ പറഞ്ഞപ്പോൾ പർദീസ കൊടുത്ത ദൈവത്തിൻ്റെ അടുത്താണ് നമ്മളൊന്ന് ഓർക്കണേ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ ഉടമ്പടി നമ്മൾ ചെയ്യുന്നത് പോലെ കൃത്യമാകില്ല. നമ്മൾക്കത് കൃത്യമായിട്ട് ചെയ്യാനും സാധിക്കില്ല. കാര്യം അമ്മയുടെ കൊടുത്തത് കൊണ്ട് നമ്മൾക്ക് ഈസിയായിട്ട് അമ്മ ചെയ്തു തരും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഉടമ്പടി എടുത്തവർ നിങ്ങളല്ല ചെയ്യേണ്ടത്. എല്ലാം അമ്മയുടെ സമർപ്പിച്ചിട്ട് നിരന്തരം ഓർക്കണേ, ഈ കാര്യങ്ങൾ എടുത്തു പറയുക. പർദീസ തരുന്ന ദൈവത്തിനോടാ പറയുന്നെന്ന് ഓർക്കുക. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരുന്നതാണ് നമ്മുടെ ദൈവം.
എന്ന് കരുതി നിങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ഇത് ചെയ്താൽ, അവൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധമ്മ ശക്തനായവനിൽ നിന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇസ്രായേലിൻ്റെ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ ഈ വൻ കൃപയ്ക്ക്, ഇവർക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും കോടാനകോടി നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.